الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئاتنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, മേലായ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുസ്ലിമായി മുവഹിദായി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 4 മാസങ്ങൾ പവിത്രമാണ്. അതിലൊന്നാമത്തെ മാസമാണ് മുഹറം മാസം. ആ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അഷ്ഹുറുൽ ഹുറും, അള്ളാഹുവിന്റെ മാസമെന്ന് ആ മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. ഷഹറുല്ലാഹിൽ മുഹറം ലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പൊതുവെ ഉണ്ടെങ്കിലും ഈ മാസത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യൽ അതീവ ഗൗരവമുള്ള വിഷയമാണ്. സുന്നത്തായ നോമ്പ് ജാഹിലിയത്തിലുണ്ടായിരുന്ന ഖുറൈശികൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. മദീനയിലുണ്ടായിരുന്ന ജൂതന്മാര് ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔൻ രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം 10. റസൂലുള്ളാഹ് തുടക്കം മുതലേ ഈ നോമ്പ് എടുത്തിരുന്നു. റമദാൻ മാസം നിർബന്ധമാക്കപ്പെട്ട ശേഷം സുന്നത്തായി ഇത് അനുഷ്ഠിച്ചു. മുഹറം 10 ഒരു നോമ്പിലൂടെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ട ദിനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. മുഹറം 10 മിക്ക ആളുകൾക്ക് നോമ്പായിരിക്കുമെന്നറിയാം. മുഹറം 9-നും 10-നും 2 ദിവസത്തിലാണ് നോമ്പ് നോൽക്കേണ്ടത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും, പ്രമാണങ്ങൾ ഇങ്ങനെയാണെങ്കിലും, ഇസ്ലാം പഠിപ്പിച്ച് വരച്ച് കാണിച്ചു തരുന്ന ഇത്രമാത്രം വ്യക്തമായ പവിത്രമായ ഒരു മാസമാണെങ്കിലും നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക, ഈ മാസത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണ എന്താണ്? മുഹറം മാസം ഒന്നിനും പറ്റാത്ത മാസമായി മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. അറബിയിൽ ഒരു വാക്കും പറയും, നെഹസ് എന്ന്.
നെഹ്സിന്റെ മാസമാണ് മുഹറം. അങ്ങനെയാ സാധാരണക്കാർ മനസ്സിലാക്കിയത്. നെഹ്സ് എന്ന് പറഞ്ഞ ശകുനം. ഈ മാസത്തിൽ എന്ത് ആരംഭിച്ചാലും വിജയിക്കില്ല, അങ്ങനെ ചുരുക്കി പറഞ്ഞതാണ്. ഒരു കല്യാണം അത് ത്വലാഖിലെത്തും, ഒരു കച്ചവടം അത് പരാജയത്തിലായിരിക്കും. എന്താണെങ്കിലും മുഹറത്തിൽ തുടങ്ങിയ പരാജയമാണ്. സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കൊണ്ട് വന്നെത്തിച്ചത് അവരല്ല, അവർക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകളാണ്. മിക്ക മർക്കസുകളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നും ഇറക്കപ്പെടുന്ന കലണ്ടറുകൾ പരിശോധിച്ചാൽ ആ കലണ്ടറിന്റെ അടിയിൽ കാണാൻ സാധിക്കും ഈ മാസത്തിലെ നെഹ്സുള്ള ദിവസങ്ങൾ. നെഹ്സ് എന്നെഴുതി ഓരോ മാസത്തിലും. അത് റമദാൻ മാസത്തിലുണ്ട്, ദുൽഹജ്ജ് മാസത്തിലുണ്ട്, മുഹറം മാസത്തിലുണ്ട്. എല്ലാ മാസത്തിലും ദുർലക്ഷണമാണ് പോലും ചില ദിവസങ്ങൾ. അവർ പഠിപ്പിച്ചതാണ്. മുഹറം മാസം പൊതുവെ നെഹ്സ്. ചുരുക്കി പറഞ്ഞാല് 10 കഴിയാതെ ഒന്നിനും പറ്റില്ല. സകല നാശവും സകല ശാപവും പരാജയവും അതിലുണ്ടാകുമെന്ന് പണ്ട് മുതലേ സാധാരണക്കാർ ഇങ്ങനെയാണ് മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. ഈ ധാരണ ഇപ്പോ എത്ര തുടച്ചും കഴിയാലും അത് ആളുകളെ മനസ്സിന് പോകാൻ എന്തേ ചൊവ്വാഴ്ച കല്യാണം വെക്കാത്ത? ഇപ്പൊ ഏതോ ദിവസങ്ങളിൽ ഏതോ ഒരാൾ ചൊവ്വാഴ്ച കല്യാണം നടത്തി. അൽഹംദുലില്ലാഹ്. ചൊവ്വാഴ്ച ഇങ്ങനെ അന്നിപ്പോ ജനങ്ങൾക്ക് മറ്റു തിരക്കുകളാണ് എന്ന അടിസ്ഥാനത്തിലല്ലാതെ ചൊവ്വാഴ്ച വെക്കാൻ പറ്റൂല, ചൊവ്വില്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച. ഇങ്ങനെ ഒരു ധാരണ അത് എത്ര പറഞ്ഞാലും അത് മാഞ്ഞു പോകുന്നില്ല. ശിർക്കും അന്ധവിശ്വാസങ്ങളും കഴുകിക്കളയുക എന്ന് പറഞ്ഞത് അല്പം പ്രയാസകരം തന്നെയാണ്. നോക്കി നിങ്ങൾ, ഇങ്ങനെ ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് ദുർലക്ഷണമായി ഇസ്ലാം പഠിപ്പിച്ചോ? ഒന്നാമത്തെ ചിന്ത അതെയാണ്. ഒരു സമയത്തെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അല്ലാഹു റസൂൽ പറഞ്ഞത് നോക്കി നിങ്ങൾ. ഖാലല്ലാഹു അസ്സ വജൽ ലാ തസുബ്ബുദ്ദഹർ വഅനദ്ദഹർ ഉഖല്ലിബുൽ ലൈല വന്നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയ ഹദീസാണ്. നിങ്ങൾ കാലത്തെ പഴിക്കരുതേ, കാലത്തെ കുറ്റം പറയരുതേ, ഇന്ന കാലം ശാപത്തിന്റെ കാലം എന്ന് പറഞ്ഞ് മുദ്ര കുത്തരുതേ. അല്ല പറയും ഞാനാണ് കാലം. ഞാനാണ് കാലം എന്ന് പറഞ്ഞ എന്താണ്? അല്ല കാലമാണ്. അല്ല, ഞാനാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. എവിടെ തണുപ്പ് വേണം, എവിടെ ചൂട് വേണം, എവിടെ മഴ വേണം, എവിടെ മരുഭൂമിയുടെ ഉഷ്ണം വേണം, എവിടൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകണം, എവിടൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകണം, എവിടൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകണം, ഒക്കെ ഞാനാ തീരുമാനിക്കുന്നു. ഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റി മറിക്കുന്നവൻ ഞാനാകുന്നു. കാലത്തെ പഴിക്കരുതേ. മുഹറം 10 വരെ അല്ലെ മുഹറം മാസം നെഹ്സാണെന്ന് പറയുന്ന ആളുകൾ ഈ അടിസ്ഥാന സിദ്ധാന്തത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഹദീസിന്, അള്ളാന്റെ വാക്കിനെതിരാണ് ഈ നെഹ്സ് മാസം ദുർലക്ഷണമാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ചിന്തിക്കുക, നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, അതുകൊണ്ടല്ലേ പള്ളിയിൽ വരുന്നത്, അതുകൊണ്ടല്ലേ നിസ്കരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത്. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ ഒരു കാര്യം വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, അത് തൊണ്ടക്ക് കീഴെ താഴോട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഓന് ഈമാൻ ഇല്ല. അൽ ഈമാനു ബിഖളാഇല്ലാഹി വഖദരിഹി ഖൈരിഹി വശർരിഹി മിനല്ലാഹി സുബ്ഹാനഹു വതആല. ഖളാ ഖദറിൽ വിശ്വസിക്കണം. ഖൈറാകട്ടെ ഷർറാകട്ടെ അതൊക്കെ അല്ലാഹു തരുന്നതാണ്. എത്രയോ ആണ് പഠിപ്പിച്ചു കൊടുക്കണം, ആണ് പറഞ്ഞ് പ്രഖ്യാപിച്ചു കൊടുക്കണം. ലയുസീബന, ഞങ്ങളെ ബാധിക്കൂല കേട്ടോ.
ഒരു ചുക്കുണ്ടാവില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയ വിധിച്ചതല്ലാതെ ഒരാൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല. വമൗലാന, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണ്. അവനാ ഖൈറും ശർറും നൽകുന്നത് ഏതെങ്കിലും മാസങ്ങളും ദിവസങ്ങളും സ്ഥലങ്ങളുമല്ല. അതുകൊണ്ട് വിശ്വാസികൾ അല്ലാഹു തവക്കുലാകട്ടെ. നോക്കി, നിങ്ങൾ ആ വാക്ക് ആയത്തിന്റെ അവസാനം തവക്കുലാക്കാൻ, അല്ലാഹ് എന്താണ് തന്നാലും ശരി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അല്ലാഹുവിനോട് തവക്കുലാകട്ടെ. അല്ല ഈ കാലത്തെ ഇങ്ങനെ പഴിചാരുകയല്ല വേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെയും സമയങ്ങളെയും നഹ്സാരോപിക്കുക എന്നത് ഈമാനില്ലാത്ത കാര്യമാണ്. ഒരു വിശ്വാസി പറയേണ്ട ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കൽ മുതവക്കിലൂൻ, എനിക്ക് അല്ലാഹ് മതി, അല്ലാഹ് വിധിച്ചത് മതി, നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലടോ. അതാണ് വിശ്വാസി പറയേണ്ടത്. തൻസിഉൽ മുൽക മിമ്മൻ തശാ, അല്ലാഹ് നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രതാപം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് പ്രതാപം ഊരിയെടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളുകളെ പ്രതാപവാന്മാരാക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നിന്ദ്യന്മാരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും ഇന്ന മാസത്തിനല്ല, ബിയദിക്, നിന്റെ കയ്യിലാണ് റബ്ബേ എല്ലാ ഖൈറും ഉള്ളത്. ഇതാണ് ഒരു വിശ്വാസി പ്രഖ്യാപിക്കേണ്ടത്. അപ്പൊ ഇത് ഇന്ന മാസം നഹ്സാണെന്ന് പറഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാവുന്നു എന്നാണ്. ഇനി നോക്കി നിങ്ങൾ, ഇപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മുഹറം ഒരു സുഖല്ല, അതാണ് കഴിഞ്ഞോട്ടെ എന്ന ഒരു വിശ്വാസം, അത് അല്ലാഹു റസൂലൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഓരോ പഠിപ്പിച്ചോ? റസൂലുള്ളാഹി പറഞ്ഞോ മുഹറം 10 വരെ നിങ്ങൾ കല്യാണം ആലോചിക്കരുത്, കച്ചവടം ആരംഭിക്കരുത്, ഒരു കരാറിൽ ഏർപ്പെടരുത്, ഒരു നല്ല സംരംഭവും തുടക്കരുത്? നമുക്ക് എല്ലാ കാര്യം പഠിപ്പിച്ചു. മലമൂത്ര വിസർജനം എങ്ങനെ നടത്തണം, വെള്ളല്ലെങ്കിൽ എത്ര കല്ല് ഉപയോഗിക്കണം എന്ന് വരെ പഠിപ്പിച്ച റസൂലുള്ളാഹി മൂടി വെച്ചിട്ട്, റസൂലുള്ളാഹി മറച്ചു വെച്ചിട്ട്, റസൂലുള്ളാഹി ഉമ്മത്തിനെ ദഅവത്തിൽ വഞ്ചിച്ചിരിക്കുകയാണോ? പിന്നെ എങ്ങനെ ഈ സാധാരണക്കാർക്ക് വിശ്വാസം വരുന്നത്? ഇങ്ങനെ വിശ്വാസം ഇല്ലാന്ന് പഠിപ്പിച്ചു. എങ്ങനെ? പ്രാക്ടിക്കലായി, പ്രാവർത്തികമായി ഇങ്ങനെ ഒരു വിശ്വാസം മുഹറം മാസം നഹ്സിന്റെ മാസമല്ല എന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ടുണ്ട് നമ്മളെ ഖൗമിന് വല്ല നീക്കും. നോക്കി നിങ്ങൾ, മുഹറം ഹിജ്റ വർഷം 4, 3 ഉഹദ് യുദ്ധം, 4ാമത്തെ വർഷം. ഈ ഒരു വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ എന്ന് പറയുന്ന പ്രസിദ്ധ സഹാബിയെ ബനു അസദ് ഗോത്രത്തിലേക്ക് ഒരു സൈന്യമായി നിയോഗിക്കുന്നത്. ഒരു സൈന്യത്തെ അയക്കുന്നത് മുഹറം മാസത്തിലാണ്. ഏതെങ്കിലും റസൂലേ ഈ മുഹറം കഴിഞ്ഞത് പോരെ, ഇതൊരു സുഖമില്ലാത്തത് പരാജയപ്പെടൂലേ എന്ന് ഏതെങ്കിലും സഹാബി പറഞ്ഞു? അല്ലാഹു റസൂലിനെ അങ്ങനെ നഹ്സിലുള്ള ഒരു മാസമാണ് ഇങ്ങനെ പറഞ്ഞേക്കുമോ? ഇനി മുഹറം 6 ഇസ്ലാമിക ചരിത്ര ശകലങ്ങൾ എടുത്ത് നോക്കുക. അവിടേക്ക് ഈ മുഹറം മാസത്തിൽ വിശ്വാസികൾ നബിയും സഹാബിയൊക്കെ ഇങ്ങനെ ഉറങ്ങണ ഒരു മാസമായിരുന്നു, ഒരു സംരംഭം ഇല്ലാത്ത. എന്നിട്ടിങ്ങനെ പറയാ ഇതൊരു നഹ്സിന്റെ മാസം, ഒരു സുഖമില്ലല്ലേ, ഒരു ബൗസില്ലല്ലേ, ഇങ്ങനെ പറയായിരുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ. ഹിജ്റ 6ാം വർഷം മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ സഹാബി, ആ സഹാബിയെ നജ്ദ് എന്ന് പറയും. നജ്ദ് എന്ന് പറയുന്ന ഏകദേശം ഇന്നത്തെ റിയാദിന്റെ ഭാഗം. ആ നജ്ദിന്റെ ഭാഗത്തേക്ക് സൈനിക മേധാവിയായ റസൂലുള്ളാഹി പറഞ്ഞയച്ചത് മുഹറം മാസത്തിലാണ്. അവിടെ നഹ്സ് വന്നിട്ടില്ല, നഹ്സ് മനസ്സിലായിട്ടില്ല അവർക്ക്. ഹിജ്റ 7ാം വർഷം ഖൈബറിലേക്കുള്ള പടയോട്ടം അത് ആരംഭിക്കുന്നത് മുഹറം മാസമാകുന്നു. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് ഈ ദിവസങ്ങളിലൊക്കെ അവരവിടെ അന്തിച്ചു നിൽക്കുകയല്ല ചെയ്തിരുന്നത്, എല്ലാ നല്ല സംരംഭങ്ങളുണ്ടായിരുന്നു. നീ പോട്ടെ, ഖുലഫാഉർ റാഷിദീങ്ങൾ, ആ ഖുലഫാഉർ റാഷിദീങ്ങൾ അവരുടെ ഹിജ്റ 40 വരെയുള്ള കാലഘട്ടത്തിൽ, ആ 30 വർഷത്തിന്റെ ഇടയിൽ റസൂലിന്റെ വഫാത്തിന് ശേഷം എത്രയോ സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിക ഫുതൂഹാത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിജയങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ മുഹറം ആകുമ്പോൾ തന്നെ സൈന്യങ്ങളൊക്കെ മടങ്ങിപ്പോന്നോളി. മുഹറം ആകാനായി, ദുൽഹജ്ജ് അവസാനമാകുമ്പോഴേക്ക് എല്ലാവരും അവനവന്റെ പെരീക്കെത്തി. മുഹറം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് വല്ല ചിന്ത ആർക്കെങ്കിലും ഉണ്ടായോ?
പിന്നെ എങ്ങനെ വന്നു ഈ ഖൗമിന് മുഹറത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്? ഇനി നോക്കി നിങ്ങൾ, ഈ ഉണ്ടായിരുന്നു വിശ്വാസം, ഈ വിശ്വാസം ഉണ്ടായിരുന്നു ആർക്കെന്നറിയോ? മുസ്ലിം എന്ന ആൾക്കാർക്കുള്ള, മുസ്ലിമീങ്ങൾക്കല്ല. പണ്ട് ജാഹിലിയത്തിലുണ്ടായിരുന്ന അറബികൾക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഖൗമിലുള്ള പോലെ ജാഹിലിയത്തിലുണ്ടായിരുന്ന, ഇസ്ലാം വരുന്നതിനും ഉണ്ടായിരുന്ന അറബികൾക്കുണ്ടായിരുന്നു. അവര് ശവ്വാൽ മാസത്തിലെ ശകുനം കണ്ടിരുന്നുണ്ട്. ശവ്വാൽ മാസത്തെ ശകുനമായി കണ്ടിരുന്നു. അപ്പൊ അവരുടെ നെഞ്ഞത്തൊരു കുത്തു കൊടുക്കുക ആയിഷ റളിയല്ലാഹു. എന്തെന്നറിയോ? ഈ ശകുനം വെച്ച് നടക്കുന്ന അന്ധവിശ്വാസികളെ റസൂലുള്ള പറയാണ്, എന്താണ്? ഫസവ്വജനി റസൂലുള്ളാഹി ഫീ ശവ്വാൽ വബനാബി ഫീ ശവ്വാൽ. റസൂൽ എന്നെ കല്യാണം കഴിച്ചത് ശവ്വാൽ മാസം. നിങ്ങൾ ഈ നഹ്സ് എന്ന് പറയുന്ന ശവ്വാൽ മാസം ഉണ്ടല്ലോ, അന്ധവിശ്വാസവുമായി നടക്കുന്ന ആ മാസത്തിൽ റസൂൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പൊ റസൂൽ നോക്കിയ ആയിഷ എന്നെ കല്യാണം, ഈ ശവ്വാലും കഴിഞ്ഞോട്ടെ. അവർക്ക് അന്ന് നഹ്സ് അതായിരുന്നു ഇല്ല, കാരണം റസൂൽ മുസ്ലിമാണ്. റസൂലുള്ളയും ഞാനും തമ്മിലൊരു ശാരീരിക ബന്ധം ആരംഭിച്ചത് ശവ്വാൽ മാസത്തിലാണ്. ആയിഷ ബീവിന്റെ ചോദ്യം എന്നറിയോ? അയ്യു നിസാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അഹ്ള ഇൻദഹും. റസൂലിന്റെ അടുത്ത് അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തിൽ എന്നേക്കാൾ സൗഭാഗ്യവതി മറ്റാരെങ്കിലും ഉണ്ടോ? ഓ, ശവ്വാൽ ആയിഷ ബീവിക്ക് കല്യാണം കഴിഞ്ഞ ഒരു സുഖവും കിട്ടിയില്ല ആ മാസത്തിലായത് എന്ന് പറഞ്ഞോ? ഇല്ല. എന്നേക്കാൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഭാഗ്യവതിയായ മറ്റ് ഭാര്യമാരും ഇല്ല എന്ന റസൂൽ പറഞ്ഞു. അപ്പൊ സഹോദരങ്ങൾ, ഈ വിശ്വാസം തീർത്തും ഒഴിവാക്കണം. നമ്മളെ ഒരു മുജാഹിദ് പള്ളിയിൽ വന്നോണ്ടോ ഒരു ജുമാക്ക് ഈ അടിവേറെറുക്കണം. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഇങ്ങനെയൊക്കെ പള്ളിക്ക് വരുന്ന ചില ആള് കുറ്റം പറയല്ല, ചിലപ്പോഴൊക്കെ അത് ഇനി അവിടെ പോയാൽ ചിലപ്പോൾ ഒന്ന് ശരിയാകും, ഇവിടെ പോയാൽ ഒന്ന് ശരിയാകും, അത് അങ്ങനെ ചെയ്താൽ ശരിയെന്ന് പറഞ്ഞ് ഈ ഇല്ലാത്ത ശിർക്കിന്റെ വശത്തിലൂടെയുള്ള ചില മാർഗങ്ങളിലേക്ക് ചില ആളുകളൊക്കെ പോകുന്നു. ഇവിടെ നോക്കി നിങ്ങള്, ഞാൻ പറഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്നത് മക്കത്തുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന ജാഹിലിയ അറബികൾക്ക് അതേപോലെ വിശ്വാസം നോക്കി. ഇനിയിപ്പം നമ്മളെ ചുറ്റുഭാഗത്തൊക്കെ നോക്കാം, തലങ്ങും പലങ്ങും മർദ്ദം വലുതൊക്കെ അവിടെ വിശ്വാസം. അവർക്ക് ഒരു കല്യാണത്തിന് മുഹൂർത്തം നോക്കണം, 9:24. എന്താ അത് അങ്ങനെയാണ്? ഞങ്ങൾ ഇങ്ങനെ കവടി നിരത്തിയപ്പോ കണിക്കനോട് ചോദിച്ചപ്പോ ഏറ്റവും മുഹൂർത്തം 24, 11:32. അതെന്താ കറക്റ്റ് ടൈം, അതാണ് ശുഭമുഹൂർത്തം. അപ്പൊ ഈ രാഹു കലണ്ടറിൽ കാണാൻ ചില പ്രസിദ്ധമായ കലണ്ടറുകളിലൊക്കെ രാഹുകാലം, ഗുളികകാലം, മുഹൂർത്തം, ജാതക പൊരുത്തം, കണി കാണൽ, ഐത്തം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിം എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലല്ല അതുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാർ ഒരു സമുദായത്തിലേക്ക് വന്ന് അവരെ ദഅവത്ത് നടത്തുമ്പോ സ്വാഭാവികമായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പൊ ഈ ഖൗമ് പറഞ്ഞിരുന്ന വാക്കുണ്ട് സൂറത്ത് യാസീൻ, ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അവര് പറഞ്ഞു, പ്രവാചകന്മാരോട് പറയാം, ഞങ്ങൾ നിങ്ങളെ ശകുനമായി കാണുന്നു. ഫിർഔന്റെ നാട്ടിൽ പല പരീക്ഷണങ്ങളും വന്നു. ഈ പരീക്ഷണങ്ങൾ വരുമ്പോ ഇവരെന്താ പറയുന്നറിയോ? ഇത് മൂസനെ കൊണ്ടും കൂട്ടരെ കൊണ്ടും, ഈ മൂസ വന്നത് മുതൽ തുടങ്ങിയത് ശകുനം, നാശം. നിങ്ങളെ ശകുനമായി, ദുർലക്ഷണമായി ഞങ്ങൾ കാണുന്നു പ്രവാചകന്മാരെ. നിങ്ങളെങ്ങാൻ ഈ പുതിയ പ്രസംഗവും ആദർശ വിസ്തീർണവും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞുകൊല്ലും, ഞങ്ങളെ ദുരന്തം നിങ്ങൾ അനുഭവിക്കും. അപ്പൊ അവര് പറഞ്ഞ അവര് പറഞ്ഞത് എന്താണ്? ശകുനം നിങ്ങളെ കൂടെ തന്നെയാണ്, നിങ്ങളെ പ്രവൃത്തി ഞങ്ങളെ ശകുനം അല്ല, ഞങ്ങൾ വന്നുകൊണ്ട് ഈ നാട്ടിൽ ശകുനം ഉണ്ടായതല്ല, നിങ്ങളുടെ പ്രവർത്തനത്തിലാണ് നിങ്ങൾക്ക് ശകുനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രവർത്തനമാകുന്നു അതിന് കാരണമായി തീർന്നത് എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ വിശ്വാസമല്ല,
മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തീറത്തു ശിർകുൻ, അത്തീറത്തു ശിർകുൻ. ലക്ഷണം നോക്കലുണ്ടല്ലോ, അതിപ്പോ ഈ ഒരു ദിവസത്തിന്റെ മുഹറം മാസത്തിലല്ല, കറുത്ത പൂച്ച വിലങ്ങൂർ അല്ലാഹ് ഒന്നും ഇനി പോണ്ട, കൈ അങ്ങ് ചൊറിഞ്ഞു, കണ്ണണ് ചൊറിഞ്ഞു, അതേപോലെ അടുപ്പണ് പാളി, പല്ലി അങ്ങ് കൊക്കി, കോഴി അസറിന് ശേഷം കൂവി, അതൊക്കെ ലക്ഷണത്തിന്റെയും നല്ല ലക്ഷണത്തിന്റെയും അടയാളമായി കാണലെന്തറിയോ? അത്തീറത്തു ശിർകുൻ, ലക്ഷണം നോക്കൽ ശിർക്കാകുന്നു, ശിർക്കാകുന്നു. അത്തീറ അത് റസൂൽ 3 വട്ടം പറയണം, ആവർത്തിച്ച് പറയാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ വല്ല മാനസിക അസുഖവും വന്നിട്ടുണ്ടെങ്കിൽ തവക്കുലുണ്ടായിക്കോളെ, അതിനെ കൊണ്ട് പോകുന്ന ഒരു പൂച്ചയാണ് വിലങ്ങ് മറിഞ്ഞു, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി വിചാരിക്കും. ഒരു പൂച്ച വിലങ്ങ് കുറച്ച് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലാ ശരിയാട്ടോ സംഭവം കരി എന്ന് പറയരുത്. അത് റബ്ബിലുണ്ടാവും. അല്ലാ അവൻ നിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി അപ്പൊ തന്നെ ഒരു ആക്സിഡന്റ് തന്നാണ്. തവക്കുലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമെന്നാണ് ഇസ്ലാം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നിലപാട്, മുഹറം മാസം ഒരു നഹസിന്റെ മാസമല്ല, മുഹറം 10 വിശുദ്ധമായ ദിനമാണ്, നഹസിന്റെ ദിവസമല്ല. അത് പ്രവാചകന്മാരെ എതിർത്ത, അതേപോലെ തന്നെ മുൻകാലത്ത് ഖുറൈശികളുടെയൊക്കെ അന്ധവിശ്വാസങ്ങൾ പെട്ടതാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ തൗഹീദിന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. തുയറത്തുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, ലക്ഷണം നോക്കൽ. റസൂലുള്ളാഹി പറഞ്ഞു, മൻ റദ്ദതുഹു തുയറ മിൻ ഹാജതിഹി, ഒരാൾ അയാളുടെ ആവശ്യത്തിൽ നിന്നും ഇങ്ങനെയുള്ള പല കാരണത്താലും മടങ്ങുന്നുവെങ്കിൽ, ഒരു വഴിക്ക് പോകുമ്പോ ഒരു പൂച്ച, കറുത്ത പൂച്ച വിലങ്ങ് മറിഞ്ഞു, അപ്പൊ ഇങ്ങനെ മടങ്ങുകയാണ്, ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞ് മടങ്ങുകയാണെങ്കിൽ ശിർക്കാണ് ചെയ്യുന്നത്. കാരണം ഖൈറും ഷർറും തരുന്നത് അള്ളയാണ്, ഇവരുടെ വിശ്വാസം ഈ പൂച്ചയാണെന്നാണ്. അപ്പൊ അള്ളാന്റെ സ്ഥാനത്ത് ഈ പൂച്ചയെ പ്രതിഷ്ഠിക്കുക ശിർക്ക് ചെയ്യാണ്. അപ്പൊ അവർ ചോദിക്കും, യാ റസൂലുള്ളാഹി കഫാർ റസൂലേ, എങ്ങനെ എന്താ പരിഹാരം? വിശ്വാസത്തെ മനസ്സിന്റെ എവിടെ ഏതെങ്കിലും കോണിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പരിഹാരം? അവർ റസൂൽ പറയാണ്, നിങ്ങൾ പറഞ്ഞോളി, മനസ്സറിഞ്ഞ് പറഞ്ഞോളി, മനസ്സ് തട്ടി പറഞ്ഞോളി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ റബ്ബേ, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറുമില്ല, വലാ തീറ ഇല്ലാ ഖൈർ, നിന്റെ ശകുനമല്ല, നീ തരുന്ന ഷർറല്ല മറ്റൊരാളെ കൊണ്ടും ഒരു ഷർറും തരാൻ സാധിക്കും. ഖൈറാട്ടെ ഷർറാട്ടെ ഈ പറഞ്ഞ ലക്ഷണക്കേടുകളല്ല. അതുകൊണ്ട് വലാ ഇലാഹ ഇല്ലാ ഗൈറുക്, വലാ ഇലാഹ ഇല്ലാ ഗൈർ, നീയല്ലാതെ ഒരു ഇലാഹുമില്ല, നീയാണ് ഖൈർ തരുന്നവൻ, നീയാണ് ഷർറ് തരുന്നവൻ, ഇവ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങളെ മനസ്സിനെ തവക്കുലാക്കി പറഞ്ഞുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുആവിയ, വിഷയത്തിൽ കുറെ ഹദീസുകളുണ്ട്, ഇതൊക്കെ തുടച്ചു നീക്കാനുള്ളതാണ്. മുആവിയ ബിൻ ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞങ്ങൾ ജാഹിലിയത്തിൽ കടന്നു വന്നിട്ട് അധിക കാലമായിട്ടില്ല, അതുകൊണ്ട് അതിന്റെ ചെറിയ ചെറിയ ശകലങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മാമിന്ന റിജാൽ യഅതൂന കുഹാൻ, ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാർ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയിരുന്നു. അപ്പൊ റസൂൽ നീ മുതൽ പോകാൻ പാടില്ല, മുസ്ലിം അല്ലേ, കൈ നോക്കാനും ലക്ഷണം നോക്കാനും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകാനും കണിക്കന്മാരുടെ അടുത്ത് പോകാനും മുസ്ലിമിന് പാടില്ല. അല്ലെ, ഇപ്പോഴും ചില ആൾക്കാർ കൈ നോക്കണമാന്ന് ചോദിക്കുമ്പോൾ കൈ നീട്ടിക്കൊടുത്ത് വിശ്വാസമൊന്നുമില്ല എന്നാലും അല്ലെ, ഓന്റെ വിശ്വാസത്തോടെയാണ് ഇസ്ലാം എന്ന് പുറത്തു പോയി, അല്ലെങ്കിൽ നിസ്കാരം 40 ദിവസം നിസ്കാരം പോയി എന്നാണ്. ഒരു നേരത്തെ അരിക്ക് വേണ്ടിയാന്ന് പറഞ്ഞാൽ അരിക്ക് വേണ്ടി വല്ല സംഭാവന കൊടുക്കുക എന്നല്ലാതെ കൈ നീട്ടി കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ റസൂൽ പറഞ്ഞ അങ്ങനെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകാൻ പാടില്ല.
ഞങ്ങൾ കൂട്ടത്തിൽ ഈ ശിർക്ക് വന്നിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് ആയിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങളെ ചില ഇതൊക്കെ കാണുമ്പോൾ ലക്ഷണക്കേടായി. അത് ലക്ഷണക്കേടാണ് അല്ലേ? രാവിലെ തന്നെ കടയിക്ക് വന്നുകൊണ്ട് കടം ചോദിക്കുമ്പോ എന്താണ് ലക്ഷണക്കേട്? രാവിലെ തന്നെ കട അല്ലേ? മുരിങ്ങാക്കോച്ചിന് രാവിലെ കണ്ടാൽ എന്താ വാപ്പാന്റെ മാലി കാലൊടിയുന്നു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ. രാവിലെ കടം ചോദിച്ചു, രാവിലെ തന്നെ ഇങ്ങനെ വരുന്നു. വലിയ സാമ്പത്തികമായി കുറച്ച് കഴിവില്ലാത്ത ഒരാളെ രാവിലെ കണ്ണൊക്കെ തുറന്നിങ്ങനെ കാണും. ഇയാളെ കാണി ഇന്നത്തെ ദിവസം ശരിയാവില്ല. മുആദിയത്തിന് ഹക്കമസറി പറയും, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്ന് കുറച്ച് കാലമായിട്ട്, നമ്മൾ ഇസ്ലാമിൽ കുറെ കാലമായി, ഇപ്പോഴും നമ്മളെ വിശ്വാസം. അപ്പൊ റസൂൽ പറയണം, ചിലരുടെ മനസ്സിലെ തോന്നല് മാത്രമാണ്. അല്ല അങ്ങനെ വിധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തോന്നൽ കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയരുത്. നിങ്ങളെ മനസ്സിൽ അത് വിശ്വാസമാക്കി ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകരുത് എന്നാണ്. അതുപോലെ റസൂൽ പറഞ്ഞില്ല, അത് ലക്ഷണം നോക്കലെന്നൊന്നും ഇല്ലേ ഇല്ല. ഇന്നത് നല്ല ലക്ഷണമാണ്, ഇന്ന മാസം നല്ല ലക്ഷണമാണ്, ഇന്ന മാസം മോശമായ മാസമാണ്, ഇന്ന സമയം മുഹൂർത്തമാണ്, ഇന്ന സമയം ചീത്ത മുഹൂർത്തമാണ് എന്നൊന്നും പറഞ്ഞ് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് അടിയുറച്ച തവക്കുലിന്റെ, എനിക്ക് എന്താണ് സംഭവിച്ചാലും അതൊക്കെ അള്ളൻ തരുന്നതാണ്, അതല്ല ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് ഈമാനോടുകൂടി അല്ലാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനിന്റെ ഉടമകളിൽ, തവക്കുലിന്റെ ഉടമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സറിഞ്ഞ് ഉച്ചരിച്ച് പ്രഖ്യാപിക്കുവാനുള്ള മഹാഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. നമ്മുടെ സഹോദരന്റെ ഒരു ബന്ധു അടുത്ത ദിവസം വിദേശത്ത് നിന്ന് മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആദരിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവരെ ആദരിക്കുമാറാകട്ടെ. മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇന്ന് കാലത്ത് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് മുസ്ലിം ഉമ്മത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആർജവത്തോടുകൂടി ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കുവാനും മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള തന്റെ ഇടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ ഇസ്ലാമികമായ വേഷവിധാനങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ارحمهما كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر المسلمين المجاهدين المستضعفين في كل مكان يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.